നാഗ്പൂരിലെ RSS കാര്യാലയമായ ഡോക്ടർ ഹെഡ്ഗേവാർ ഭവനും ഡൽഹിയിലെ ബാരകമ്പ മെട്രോ സ്റ്റേഷന് പിൻഭാഗത്തുള്ള BJP ആസ്ഥാനവും തമ്മിൽ കഴിഞ്ഞ ഒരു വർഷമായി അത്ര നല്ല ആശയവിനിമയം നടക്കുന്നില്ല എന്നതാണ് വാസ്തവം. ഡൽഹി രാഷ്ട്രീയത്തിലെ ഹോട്ട് ടോപ്പിക്സുകളിൽ ഒന്നും ഇത് തന്നെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലടക്കം BJP തിരിച്ചടി നേരിട്ടതോടെ നിലവിലെ ആശയവിനിമയമില്ലായ്മ കൂടുകയും അതൊരു പൊട്ടിത്തെറിയുടെ വക്കിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. ചൈനീസ് കോട്ട പോലെ ഭദ്രമെന്ന് അവകാശപ്പെടാറുള്ള സംഘ രഹസ്യ മതിലുകൾ മറികടന്ന് അസ്വാരസ്യങ്ങൾ പുറത്തെത്തി തുടങ്ങുകയാണ്. പൊട്ടലും ചീറ്റലും ശരിവെക്കുന്നതാണ് അടുത്തിടെ RSS മേധാവി മോഹൻ ഭാഗവതും BJP അധ്യക്ഷൻ JP നദ്ദയും അടക്കമുള്ളവർ നടത്തിയ പ്രതികരണങ്ങൾ. ആദ്യമായി തനിച്ച് ഭൂരിപക്ഷത്തോടെ BJP അധികാരമേറ്റ 2014 തെരഞ്ഞെടുപ്പിൽ പാർട്ടി കടപ്പെട്ടത് RSSനോടായിരുന്നു. അതുകഴിഞ്ഞ് 2017 തെരഞ്ഞെടുപ്പിൽ UPയിൽ യോഗി ആദിത്യനാഥിനെ അധികാരത്തിൽ വാഴിക്കാനും RSS കച്ചമുറുക്കുകയും വിയർപ്പൊഴുക്കുകയും ചെയ്തു. തുടർന്നും BJPക്കായി RSS വിയർപ്പൊഴുക്കി. BJPയെ പോലെ മറ്റേതു രാഷ്ട്രീയ പാർട്ടിയും നടത്തിവരാറുള്ള പരസ്യപ്രചാരണങ്ങളിലൂടെ ആയിരുന്നില്ല RSS ഇത് സാധിച്ചെടുത്തത്. മറിച്ച് തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുൻപേ RSSന്റെ കേഡർമാർ വീട് വീടാന്തരം കയറിയിറങ്ങിയാണ് BJPക്ക് ഭരണം ഉറപ്പിച്ചത്. എന്നാൽ 2024 ആയപ്പോഴേക്കും ഏറെക്കുറെ BJP അവരുടെ വഴിയിലും RSS മറ്റൊരു വഴിയിലുമായി നീങ്ങി. ആദ്യഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ ഇത് നരേന്ദ്രമോദിക്കും പിടികിട്ടി. അങ്ങനെയാണ് അദ്ദേഹം ഒറ്റയടിക്ക് തീവ്രവർഗീയ പ്രചാരണത്തിന് തിരികൊളുത്തിയത്. മുസ്ലിങ്ങളെ പെറ്റുകൂട്ടുന്നവരെന്നും നുഴഞ്ഞുകയറ്റക്കാരെന്നും മോദി ആക്ഷേപിച്ചുകൊണ്ടിരുന്നു. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ ഇങ്ങനെ പ്രസംഗിച്ചതോടെ അമിത്ഷായും യോഗി ആദിത്യനാഥും ഹിമന്ത ബിശ്വ ശർമ്മയും തുടങ്ങി താഴെത്തട്ടിൽ 2ാം നിര 3ാം നിര നേതാക്കൾ വരെ വർഗീയ വിഷം തുപ്പുന്ന പ്രസംഗങ്ങൾ നടത്തി മുന്നോട്ട് വന്നു. അകൽച്ചയ്ക്ക് ഒരുപാട് കാരണങ്ങളുണ്ട്. എന്തായിരിക്കാം RSS BJP തമ്മിൽ അകലുവാനുള്ള കാരണം? പ്രധാനപ്പെട്ടതിലേക്ക് നമ്മൾ കടക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ മോദിയിൽ മാത്രം കേന്ദ്രീകരിച്ചും അദ്ദേഹത്തെ മാത്രം ഉയർത്തിപ്പിടിച്ചുമുള്ള പ്രചാരണങ്ങളിലും തങ്ങളെ കേൾക്കാതെയുള്ള പ്രവർത്തനങ്ങളിലുമായിരുന്നു RSSന് വിയോജിപ്പ്. പ്രസംഗങ്ങളിലൊക്കെയും മോദി തന്നെ അദ്ദേഹത്തിൻ്റെ പേര് ആവർത്തിച്ചുകൊണ്ടിരുന്നു. അതിനാൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രത്തിലെവിടെയും RSS ഇല്ലായിരുന്നു എന്നതാണ് വാസ്തവം. മുൻകാലങ്ങളിൽ നടന്നതുപോലെ RSSനും BJPക്കും ഇടയിലുള്ള കോർഡിനേഷൻ യോഗങ്ങളും ഇക്കുറി നടന്നില്ല. അവർക്കിനി RSSനെ ആവശ്യമില്ലെന്ന സന്ദേശമാണ് BJP നൽകിയതെന്നും അവർ മുമ്പത്തെ പോലെ നേതാക്കളെ സന്ദർശിച്ചില്ല എന്നും മോഹൻലാൽ ഗഞ്ചിലെ മൗവിലിയിൽ നിന്നുള്ള സംഘം പ്രവർത്തകർ വ്യക്തമാക്കുന്നുണ്ട്. ഇന്ദ്ര ബഹദൂർ സിംഗ് പോലും ഇതേ അഭിപ്രായം പറഞ്ഞു വെച്ചു. സ്ഥാനാർത്ഥി നിർണയത്തിൽ RSSനെ BJP പൂർണ്ണമായി അവഗണിച്ചു. സാധാരണ സംസ്ഥാന പ്രാദേശിക തലത്തിലെ RSS നേതാക്കളുമായി കൂടിയാലോചന നടത്തിയേ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാറുള്ളൂ. ഇക്കുറി അതുണ്ടായില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാൺപൂരിലെ സ്ഥാനാർത്ഥി നിർണയം ഇതിന് ഒരു ഉദാഹരണമാണ്. 60കളിൽ മേഖലയിൽ സംഘത്തിന് അടിത്തറയിട്ട ബാരിസ്റ്റർ നരേന്ദ്ര സിംഗിൻ്റെ അനന്തരവൾ നീതു സിംഗിലായിരുന്നു RSSന് താല്പര്യം. എന്നാൽ അമിത്ഷായുടെയും UP ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യയുടെയും പിന്തുണയുള്ള പത്രപ്രവർത്തകൻ രമേഷ് അവസ്ഥിക്കാണ് BJP സീറ്റ് നൽകിയത്. സമാനമാണ് ജോൺപൂരിലും സംഘത്തിൻ്റെ ഫണ്ടറായ വ്യവസായി ഗ്യാൻ പ്രകാശ് സിംഗിനായി RSS വാദിച്ചത്. പക്ഷേ മുൻ കോൺഗ്രസുകാരനായ മഹാരാഷ്ട്രയിൽ നിന്നുള്ള കൃപ ശങ്കർ സിംഗിനാണ് സീറ്റ് BJP നൽകുന്നത്. കാൺപൂരിൽ BJP ജയിച്ചപ്പോൾ ജോൺപൂരിൽ തോറ്റു. JP നദ്ദ പറഞ്ഞത് പൊതു തെരഞ്ഞെടുപ്പിൽ പതിവിന് വിരുദ്ധമായി തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ RSSന്റെ അസാന്നിധ്യം ചർച്ചയായതോടെ അവരുടെ സഹായം തങ്ങൾക്ക് ആവശ്യം ഇല്ല എന്നായിരുന്നു. സംഘത്തെ ഇത് ചൊടിപ്പിച്ചു. RSSന്റെ സഹായത്തോടെ നിലനിന്ന സാഹചര്യത്തിൽ നിന്ന് BJP മുന്നോട്ട് പോയെന്നും സഹായം ആവശ്യമായിരുന്ന കാലഘട്ടത്തിൽ നിന്ന് പാർട്ടി വളർന്നുവെന്നും ഇപ്പോൾ പാർട്ടി സ്വയം പര്യാപ്തമായിരുന്നു എന്നുമാണ് നഡ്ഡയുടെ പ്രതികരണം. മുൻപ് പാർട്ടിക്ക് ശക്തി കുറവായിരുന്നു, അതിനാൽ അന്ന് RSSനെ ആവശ്യമായിരുന്നു. എന്നാൽ ഇന്ന് ഞങ്ങൾ ശേഷിയുള്ളവരാണ്, പാർട്ടി സ്വന്തമായി പ്രവർത്തിക്കുന്നു എന്നിങ്ങനെ തങ്ങളുടെ നിലപാടിനെ ന്യായീകരിക്കാനാണ് JP നദ്ദ ശ്രമിച്ചതെങ്കിലും സംഘം ഇതെടുത്തത് മറ്റൊരർത്ഥത്തിലാണ്. മോഹൻ ഭാഗവതിൻ്റെ ഒളിയമ്പ് അതിനിടെ ഉണ്ടായി. തങ്ങളെ വകവെക്കാതെ തനിച്ച് മുന്നോട്ട് പോയ BJP ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയേറ്റതോടെ RSS മേധാവി മോഹൻ ഭാഗവത് പാർട്ടിക്കെതിരെ ഒളിയമ്പെയ്യുകയും ചെയ്തു. RSSകാർ മാന്യത കാണിക്കുമെന്നും അവരൊരിക്കലും അഹങ്കാരികളാകില്ല എന്നുമായിരുന്നു മോഹൻ ഭാഗവത് പറഞ്ഞത്.
ഒരു യഥാർത്ഥ സേവകൻ ജോലി ചെയ്യുമ്പോൾ മാന്യത നിലനിർത്തുന്നു. അങ്ങനെയുള്ളവർ മാത്രമേ സേവനം നടത്തുന്നുള്ളൂ. അവർക്ക് താൻ ചെയ്യുന്നതിനെക്കുറിച്ച് അഹങ്കാരമുണ്ടാവുകയില്ല. അങ്ങനെയുള്ളവർക്ക് മാത്രമേ അവകാശമുള്ളൂ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗം. ഇതാകട്ടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ RSS പ്രവർത്തകർക്കുള്ള പരിശീലന പരിപാടിയിൽ നടത്തിയ പ്രസംഗമായതിനാൽ അതിലെ സൂചന ആർക്കാണെന്ന് വ്യക്തമായി. എരിതീയിൽ ഇതിനിടെ ഇന്ദ്രേഷ് കുമാർ എണ്ണയൊഴിക്കുന്നുണ്ട്. മോഹൻ ഭാഗവതനെ പോലെ വ്യംഗ്യമായി സൂചിപ്പിക്കാതെ കാര്യങ്ങൾ പച്ചക്ക് പറയുകയാണ് മുതിർന്ന നേതാവും RSS നിർവാഹക സമിതി അംഗവുമായി ഇന്ദ്രേഷ് കുമാർ ചെയ്തത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ മോശം പ്രകടനത്തെ പരാമർശിച്ച് അഹങ്കാരികളെ ശ്രീരാമൻ 241 സീറ്റുകളിൽ ഒതുക്കിയെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശ്രീരാമനെ ആരാധിച്ചിരുന്നവർ ക്രമേണ അഹങ്കാരികളായി മാറി. അതോടെ ആ പാർട്ടി ഏറ്റവും വലിയ പാർട്ടിയായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടും രാമൻ അവരെ 241 സീറ്റുകളിൽ ഒതുക്കി. ഇതാണ് രാമൻ്റെ നീതി. ഇന്ത്യ സഖ്യത്തെ സൂചിപ്പിക്കവേ രാമനിൽ വിശ്വാസമില്ലാത്തവർ ഒന്നിച്ചു നിന്നിട്ടും സർക്കാർ ഉണ്ടാക്കുവാനുള്ള ഭൂരിപക്ഷം നൽകാതെ അവരെ 234 നിർത്തി. ദൈവത്തിൻ്റെ നീതി സത്യവും ആസ്വാദ്യകരവുമാണെന്നുമാണ് ഇന്ദ്രേഷ് കുമാർ പറഞ്ഞത്. RSS അനുകൂലികളായ മുസ്ലിങ്ങളുടെ കൂട്ടായ്മയായ മുസ്ലിം രാഷ്ട്രീയ മഞ്ചിൻ്റെ ചുമതലയുള്ള സംഘം നേതാവ് കൂടിയാണ് ഈ ഇന്ദ്രേഷ് കുമാർ. അജ്മീർ സ്ഫോടന കേസുകളിലടക്കം ആരോപണ വിധേയനുമാണ് ഇദ്ദേഹം. മറ്റൊരു തർക്കം അജിത് പവാർ പക്ഷത്തിനെതിരെ ഓർഗനൈസറിൽ വന്ന ലേഖനമാണ്. ഈ അസ്വാരസ്യങ്ങൾക്കിടയിലാണ് BJP തിരിച്ചടി നേരിട്ട മഹാരാഷ്ട്രയിലെ അവരുടെ സഖ്യകക്ഷിയായ അജിത് പവാർ വിഭാഗം NCPക്കെതിരായ RSS മുഖപത്രം ഓർഗനൈസറിൽ ലേഖനം വന്നത്. അജിത് പവാറുമായി സഖ്യത്തിലേർപ്പെട്ടതാണ് മഹാരാഷ്ട്രയിലെ NDA സഖ്യത്തിൻ്റെ നിറം മങ്ങിയുള്ള പ്രകടനത്തിന് കാരണം എന്നായിരുന്നു ഓർഗനൈസറിലെ ലേഖനം ഉണ്ടായിരുന്നത്. ലേഖനത്തിനെതിരെ NCP രംഗത്ത് വന്നുവെന്ന് മാത്രമല്ല, സഖ്യകക്ഷിയായ ഷിൻഡെ വിഭാഗം ശിവസേനയെയും കോൺഗ്രസിൽ നിന്നെത്തിയവർക്ക് സീറ്റ് കൊടുത്ത BJPയുടെ നടപടിയെയും രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തതോടെ സംസ്ഥാനത്തെ NDA ആടിയുലഞ്ഞു. അഴിമതി ആരോപണ വിധേയനും ഹിന്ദുത്വ പാരമ്പര്യം ഇല്ലാത്തയാളുമായ അജിത് പവാറുമായി കൂട്ടുവേണ്ടെന്നാണ് RSSന്റെ നിലപാട്. RSS ലേഖനം കൂടി വന്നതോടെ മഹാരാഷ്ട്രയിൽ അജിത് പവാറിന് ഇനി ശരത് പവാറിനൊപ്പം പോവുകയല്ലാതെ മറ്റൊരു മാർഗവും ഇല്ലാതെ ആയിരിക്കുകയാണ്.